ഹായ് എവ്രി വൺ. നമ്മളുടെ OET റൈറ്റിംഗ് സബ് ടെസ്റ്റിലെ അവസാനത്തെ ക്രൈറ്റീരിയൻ ആയ ലാംഗ്വേജ് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. ഇനി OET ഈസിയായി ക്രാക്ക് ചെയ്യാം. ഓരോ നഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനൂസ് അക്കാഡമിയുടെ OET കോച്ചിങ്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ലാംഗ്വേജ് എന്ന ക്രൈറ്റീരിയനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു സബ് ക്രൈറ്റീരിയൻ ആണ് പ്രോപ്പർ യൂസേജ് ഓഫ് ടെൻസസ്. ഹൗ ടു യൂസ് ടെൻസസ് അപ്രോപ്രിയേറ്റ്ലി ഇൻ യുവർ റൈറ്റിംഗ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചുരുക്കം ടെൻസുകളാണ് നമ്മൾ OET റൈറ്റിംഗിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അത് ഞാൻ ചോദിച്ചാൽ പറയുകയാണെങ്കിൽ എല്ലാ സ്റ്റുഡൻസും ഏറ്റവും ആദ്യം തന്നെ പഠിക്കുന്നൊരു കാര്യമാണ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലേ? സബ്ജക്റ്റ് പ്ലസ് am is are പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് എന്നുള്ളതാണ് ആക്റ്റീവ് വോയിസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. തിരിച്ച് പാസീവ് വോയിസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് am is are plus being plus B3 ഫോം ഓഫ് ദ verb. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസിന്റെ സ്ട്രക്ചറും പാസീവ് വോയിസിന്റെ സ്ട്രക്ചറും. പക്ഷേ ഈ സ്ട്രക്ചർ അറിഞ്ഞാൽ മാത്രം മതിയാകുമോ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്? നിങ്ങളുടെ OET റൈറ്റിംഗിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ മാത്രം അറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. കാരണം ഇതിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. അതിനേക്കാൾ ഉപരി അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്കൊരു സെന്റൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ലെറ്ററിൽ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ നേരത്ത് എങ്ങനെയുള്ള സെന്റൻസുകളാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയെല്ലാം നമ്മളെ പ്രോപ്പറായിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആർ യു ഓൾ റെഡി? ആദ്യം തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ആദ്യത്തെ ഉപയോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ക്യാൻ ബി യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ആക്ഷൻസ് ഓൺഗോയിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ ജോൺ ഈസ് എക്സ്പീരിയൻസിങ് സിവിയർ ബാക്ക് പെയിൻ നൗ. അതിൻ്റെ അർത്ഥം നമ്മൾ ജോണിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ചിലപ്പോൾ നമ്മൾ ജോണിനെ കുറിച്ച് സംസാരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ ജോണിനെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ആ സമയത്ത് ജോൺ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? അദ്ദേഹം സിവിയർ ബാക്ക് പെയിൻ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ജോൺ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ വേറൊരു സെന്റൻസ് പറയുകയാണ്, ഷീ ഈസ് കറന്റ്ലി ടേക്കിംഗ് 2 tablets എ ഡേ. അതായത് നമ്മൾ എപ്പോഴാണോ പേഷ്യൻറ്റിനെ കുറിച്ച് പറയുന്നത് ആ സമയത്ത് പേഷ്യൻ്റ് കറന്റ്ലി 2 ടാബ്ലറ്റ് വെച്ചാണ് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഷീ ഈസ് കറന്റ്ലി ടേക്കിംഗ് 2 tablets പെർ ഡേ. അതേപോലെ തന്നെ മിസ്റ്റർ സ്മിത്ത് ഈസ് റെസ്പോണ്ടിങ് വെൽ ടു ദ ന്യൂ ട്രീറ്റ്മെൻറ്റ് റെജീം. മിസ്റ്റർ സ്മിത്ത് ഇപ്പോൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈസ് റെസ്പോണ്ടിങ് വെൽ ടു ദ ന്യൂ ട്രീറ്റ്മെൻറ്റ് റെജീം. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് നമ്മൾ സംസാരിക്കാൻ നേരത്തോ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത പർപ്പസിലേക്കാണ്, അതായത് അടുത്ത പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ അടുത്ത ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ക്യാൻ ബി യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ഫ്യൂച്ചർ പ്ലാൻസ് ഓഫ് എ പേഴ്സൺ.
അതായത് ഒരാളുടെ ഫിക്സഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസുകളെ കുറിച്ച് പറയാനായിട്ടും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾ റൈറ്റ്, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു സെന്റൻസ് പറയാം. മിസ്റ്റർ ജോൺ ഈസ് ഗോയിങ് ടു മീറ്റ് എ ഫിസിയോതെറാപ്പിസ്റ്റ്. മിസ്റ്റർ ജോൺ ഈസ് ഗോയിങ് ടു മീറ്റ് എ ഫിസിയോതെറാപ്പിസ്റ്റ് നെക്സ്റ്റ് വീക്ക്. ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റിനെ അടുത്ത ആഴ്ചയിലാണ് നമ്മുടെ പേഷ്യൻ്റ് മിസ്റ്റർ ജോൺ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ കോണ്ടെസ്റ്റിൽ മിസ്റ്റർ ജോണിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് പറഞ്ഞത്. മിസ്റ്റർ ജോൺ ഈസ് ഗോയിങ് ടു മീറ്റ് എ ഫിസിയോതെറാപ്പിസ്റ്റ് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ യൂസേജ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് ഓൾസോ ക്യാൻ ബി യൂസ്ഡ് ടോക്ക് അബൌട്ട് ഫ്യൂച്ചർ പ്ലാൻസ്. അതേപോലെ തന്നെ ജേക്ക് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഹിസ് സ്റ്റഡീസ് അറ്റ് മാർച്ച് ബാങ്ക് യൂണിവേഴ്സിറ്റി. ഇവിടെ പേഷ്യൻറ്റിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള, ജേക്ക് എന്ന പേഷ്യൻറ്റിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു പ്ലാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത്. ജേക്ക് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഹിസ് സ്റ്റഡീസ് അറ്റ് മാർച്ച് ബാങ്ക് യൂണിവേഴ്സിറ്റി. സോ ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ രണ്ടാമത്തെ ഉപയോഗം. എന്നിരുന്നാലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചില വെർബുകൾ ഒരിക്കലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ള വെർബുകളാണ് കുറച്ച് വെർബുകൾ ഞാനിപ്പോൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള വെർബുകൾ നമ്മളുടെ ക്ലാസ് കഴിയാൻ നേരത്ത് ഇതിൽ എഴുതി കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ വാണ്ട്, ഐ വാണ്ട് എ പെൻ. പക്ഷെ അതിന് പകരം ഐ ആം വാണ്ടിങ് എ പെൻ എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കത്തില്ല. അതായത് ശ്രദ്ധിക്കേണ്ടത്, ചില വെർബുകൾ ഒരിക്കലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പേഷ്യൻ്റ് ലൈക്സ്, മിസ്റ്റർ തോമസ് ലൈക്സ് ഗാർഡനിങ് ആൻഡ് കുക്കിംഗ് എന്നുള്ളതാണ് ഒരു സെൻറ്റൻസ്. അതിന് പകരം മിസ്റ്റർ തോമസ് ഈസ് ലൈക്കിംഗ് എന്നൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് വെർബുകൾ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. ആ കുറച്ച് വാക്കുകൾ ഒരിക്കലും, ആ വെർബുകൾ ഒരിക്കലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത്തരം വെർബുകൾ ഈ വീഡിയോ കഴിയാൻ നേരത്ത് തന്നെ ഇപ്പോൾ തന്നെ നമ്മളുടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. എല്ലാവരും ആ വാക്കുകൾ എഴുതിയെടുക്കുക, പഠിക്കുക, ഉപയോഗിക്കുക നിങ്ങളുടെ OET കോൺടെസ്റ്റിലും നിങ്ങളുടെ ഡേ ടു ഡേ ലാംഗ്വേജിലും. സോ താങ്ക് യു എവ്രി വൺ. ഹാവ് എ വണ്ടർഫുൾ ഡേ. Gino's Academy. Fly with your dreams.